ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണയാകുന്നു. തിരുവനന്തപുരം മുൻ MP പന്ന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാവുക. വയനാട് ആനി രാജയും തൃശൂരിൽ VS സുനിൽകുമാറും സ്ഥാനാർത്ഥികളാകും. മാവേലിക്കരയിൽ CA അരുൺകുമാർ ആയിരിക്കും മത്സരിക്കുക. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചേർന്ന്. പ്രശാന്ത്, അതീവ നിർണായകമാണ് CPIക്കും മറ്റിടത് പാർട്ടികൾക്കുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ്. ഒപ്പം കോൺഗ്രസിനും. CPI മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണോ, അവരുടെ പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണോ, അതൊരു ധാരണയാണോ ഇത്? ഇതൊരു ധാരണയിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് തന്നെ പറയാം. പക്ഷേ ഒരു അന്തിമ അംഗീകാരം സംസ്ഥാന കൗൺസിലാണ് എടുക്കേണ്ടത്. ഹൈദരാബാദിൽ ചേർന്ന CPIയുടെ ദേശീയ നേതൃയോഗങ്ങളാണ് ഈ തീരുമാനം, അതായത് ഈ ധാരണ എടുത്തിരിക്കുന്നത്. അതിൽ ഇപ്രകാരമാണ് ഏറ്റവും പ്രധാനം. CPI ഈ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഏറ്റവും മുന്നിലേക്ക് വരുന്നു എന്നതാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് പന്ന്യൻ രവീന്ദ്രൻ ആണ്. അദ്ദേഹം മുൻപ് തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള MP ആയിരുന്നു. ഏത് വർഷവും നമുക്കറിയാം, 2004 PK വാസുദേവൻ വിജയിച്ച ശേഷം അദ്ദേഹം മരണപ്പെടുന്നു. അതിനുശേഷം 2005 മുതൽ 2009 കാലത്താണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ MP ആയിരുന്നത്. 19 വർഷത്തിന് ശേഷം വീണ്ടും പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ മത്സരം, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. ശശി തരൂരായിരിക്കും ഇവിടെ. ശശി തരൂർ തന്നെയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. അത് ഏറെക്കുറെ ഉറപ്പാണ്. അതിൽ ഇനി BJPയുടെ സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തിൽ ചിത്രം വ്യക്തമല്ല. ഒരു ദേശീയ നേതാക്കൾ ആരെങ്കിലും രംഗത്തിറങ്ങും എന്നതിൻ്റെ തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാറുന്നത്. ഇനി മറ്റു 3 മണ്ഡലങ്ങളുടെ കാര്യം കൂടി പറയാം. അതിൽ ഏറ്റവും പ്രധാനം തൃശ്ശൂരാണല്ലോ. തൃശ്ശൂരിൽ ഒരു ഹൈ വോൾട്ടേജ് മത്സരം നടക്കാൻ പോകുന്നു. സുരേഷ് ഗോപി അവിടെ മത്സരിക്കുമെന്നത് ഉറപ്പിക്കുന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം അല്ലെങ്കിലും BJP സ്ഥാനാർത്ഥിയായി. അതേസമയം തന്നെ കോൺഗ്രസിൽ സിറ്റിംഗ് MPക്ക് വേണ്ടി അവിടെ ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മത്സരം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പിച്ചുള്ള വരവ് കൊണ്ടുകൂടി ശ്രദ്ധേയമായ സ്ഥലത്ത് ഇന്നത് അല്പസമയത്തിനകം കോൺഗ്രസിന്റെ ഒരു വലിയ റാലി നടക്കാൻ പോവുകയാണ്, 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. അപ്പോൾ തൃശ്ശൂരാണ് ഇക്കുറിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. ആ ഫോക്കസ് കേന്ദ്രത്തിൽ സുനിൽകുമാർ മത്സരിക്കാൻ വരുമ്പോൾ എത്രത്തോളമുണ്ട് CPIയുടെ ആത്മവിശ്വാസം? രതീഷ്, കഴിഞ്ഞ തവണ തിരുവനന്തപുരം മണ്ഡലം എങ്ങനെയായിരുന്നു അതുപോലെ, അല്ലെങ്കിൽ അതിലുപരിയുള്ള ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ശ്രദ്ധാകേന്ദ്രമാണ് ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോൾ ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, CPIയുടെ സ്ഥാനാർത്ഥി സുനിൽകുമാർ തന്നെയാണ്, VS സുനിൽകുമാർ തന്നെയാണ്. അത് ദേശീയ നേതൃത്വം കൂടി ഇപ്പോൾ സുനിൽ തന്നെ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ ചിത്രം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. TN പ്രതാപൻ നിലവിലെ സിറ്റിംഗ് MP തന്നെ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സുനിൽകുമാറിനെ സംബന്ധിച്ച് അവിടെ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ ഒരു അംഗത്തട്ടാണ്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ശക്തമായ നല്ല വിജയം കാഴ്ചവെച്ച് മന്ത്രിയായി. അദ്ദേഹത്തിന് അവിടെ എല്ലാ ജനവിഭാഗങ്ങളുമായി, അത് രാഷ്ട്രീയത്തിന് അതീതമായുള്ള ജനവിഭാഗങ്ങളുമായുള്ള നല്ല ബന്ധമുള്ള വ്യക്തിയാണ് VS സുനിൽകുമാർ. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ CPI അവിടെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അതിനുള്ള നടപടികൾ തന്നെയാണ് ഇനി ഉണ്ടാകുക. കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു. TN പ്രതാപനാകട്ടെ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാണ് എന്നത് മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ്. സുനിൽകുമാറിനും ഇനി മത്സരരംഗത്ത് സജീവമായി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം. നേരത്തെ തന്നെ സുനിൽകുമാർ അദ്ദേഹം തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തമായിരുന്നു. ആ തരത്തിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട്. എന്തായാലും സുനിൽകുമാറിന്റെ മത്സരം കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന അദ്ദേഹം ഈ കഴിഞ്ഞ 2021 നിയമസഭാ മത്സരത്തിൽ സീറ്റുണ്ടായിരുന്നില്ല, അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. അതുകൊണ്ട് എങ്കിലും വളരെ കാര്യക്ഷമമായി ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് വരുന്ന സുനിൽകുമാറിനെ സംബന്ധിച്ച് അത് ഏറ്റവും നല്ല മത്സരം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ഏതൊരു മണ്ഡലത്തിൽ കാണാവുന്നതിലും വലിയ ശക്തമായ ഒരു മത്സരം തന്നെ, അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം അവിടെ ഉണ്ടാകുന്നത് കൊണ്ട് ദേശീയ ശ്രദ്ധയിലേക്ക് ആ മണ്ഡലം വരുന്നുമുണ്ട്. സുരേഷ് ഗോപിയോടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള പ്രവർത്തനം അത് കുറേ കാലമായി മുന്നോട്ട് പോവുകയാണ്. TN പ്രതാപൻ അവിടെ സജീവമായി MP ആണ്. ഒരു ഘട്ടത്തിൽ ഇനി മത്സരിക്കാനില്ല എന്ന് താല്പര്യക്കുറവ് പ്രകടിപ്പിച്ചുവെങ്കിലും TN പ്രതാപൻ തന്നെ മത്സരിക്കണം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അവിടെ ചുരത്തടക്കം തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എത്രത്തോളം ടൈറ്റാകും സുനിൽകുമാറിൻ്റെ കൂടി വരവോടുകൂടി അവിടുത്തെ മത്സര ചിത്രം?
തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ കത്തോലിക്ക വോട്ടുകൾ വളരെ നിർണായകമാണ് ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ അവിടെ നിർണായക ചർച്ചയാണ്. ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് മൂന്ന് മുന്നണികളും UDF-ഉം LDF-ഉം BJP-യും നടത്തുന്നു എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ CPI-ക്ക് വേണ്ടി മത്സരിച്ചത് രാജാജി മാത്യു തോമസാണ്. അത് TN പ്രതാപനും മൂന്നാം സ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു വോട്ടന്തരം എന്ന് പറയുന്നത് ഏകദേശം 10% അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയോടെയാണ് BJP കളത്തിലിറങ്ങുന്നത്. പ്രധാനമന്ത്രി അടക്കം സജീവമായി മണ്ഡലത്തിൽ വന്ന് BJP-ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുമ്പോഴും ഈ 10% വോട്ട് കവർ ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കുക, പ്രത്യേകിച്ചും ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയമെല്ലാം സജീവ ചർച്ചയാക്കുന്നു. അപ്പോൾ ഈ വോട്ടുകൾ അത് TN പ്രതാപന് അല്ലെങ്കിൽ UDF-നും മാത്രമായി ആ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VS സുനിൽകുമാറിനെ സംബന്ധിച്ച് അത് മതരാഷ്ട്രീയ മറ്റ് സാമുദായിക പരിഗണനകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു ബന്ധം VS സുനിൽകുമാറിന് തൃശ്ശൂരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPI ഇത്തവണ സുനിൽകുമാറിനെ തന്നെ അവിടെ കളത്തിലിറക്കുന്നത്. അതുകൊണ്ട് അവസാന നിമിഷം വരെ പ്രവചനാതീതം തന്നെയായിരിക്കും തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം എന്ന കാര്യം നമുക്കിപ്പോൾ ഏകദേശം. ദേശീയ പ്രാധാന്യമുള്ള മത്സരം നടക്കുന്നത് വയനാട്ടിലാണല്ലോ. രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ സിറ്റിംഗ് MP. രാഹുൽ ഗാന്ധി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് നമുക്ക് വലിയ ഉറപ്പില്ലെങ്കിലും അതിന് തന്നെ ആകാം ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ സാധ്യത കൂടുതൽ. വയനാട്ടിൽ ആനി രാജയെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാവിനെ ഇറക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് CPI നൽകാൻ ഉദ്ദേശിക്കുന്നത്? അവിടെ വിജയസാധ്യത രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ എത്രത്തോളം ഉണ്ട് എന്നതിൽ CPIക്ക് തന്നെ സംശയമുണ്ടായേക്കാം. മാത്രമല്ല ഇന്ത്യ സഖ്യം ഒന്നുണ്ടല്ലോ. അപ്പോൾ ഈ സഖ്യമൊക്കെ പാടെ മറന്ന് ഒരു ദേശീയ നേതാവിനെ തന്നെ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? ഒരുപക്ഷെ രാഹുൽ പിൻവാങ്ങിയേക്കും, അങ്ങനെ വല്ലവുമുണ്ടോ? ഈ ഘട്ടത്തിൽ അങ്ങനെ അനുമാനിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല. പ്രത്യേകിച്ചും വടക്കേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിതമായി മത്സരിക്കാവുന്ന ഒരു മണ്ഡലം എന്നത് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും, ഇത്തവണയും മത്സരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലുള്ള ആഗ്രഹം കേരളത്തിലെ നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ AICC അറിയിച്ചിട്ടുമുണ്ട്. ഇവിടെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി വയനാട് മണ്ഡലം മാറുന്നത് CPI അവിടെ അവരുടെ ഒരു ദേശീയ നേതാവ് ആനി രാജയെ രംഗത്തിറക്കുന്നതാണ്. ആനി രാജ CPIയുടെ വനിതാ ദേശീയ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ CPIക്ക് ഒരു പ്രധാനമല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാമായിരുന്നു. പക്ഷേ ഒരു ദേശീയ നേതാവിനെ തന്നെ അവർ മത്സരിപ്പിക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു മത്സരമാണ് കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നത് എന്ന സന്ദേശം കൂടി കൊടുക്കുക എന്ന് തന്നെയാവാം. പിന്നെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടായ സാഹചര്യമെല്ലാം നമുക്കറിയാം. കാരണം LDF പ്രത്യേകിച്ചും CPM എല്ലാം തന്നെ അതിലുള്ള, അതായത് BJPക്കെതിരെ BJPയുടെ ഒരു ശക്തി കേന്ദ്രത്തിൽ പോയി മത്സരിക്കാതെ കേരളത്തിൽ BJPയെ എതിർക്കുന്ന രണ്ട് മുന്നണികളുള്ള സ്ഥലത്ത് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനുള്ള ഒരു അതൃപ്തിയും എല്ലാം വളരെ പ്രകടമായി തന്നെ കഴിഞ്ഞ തവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ നേരത്തെ തന്നെ, അല്ലെങ്കിൽ അത്തരം വിഷയം നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സ്ഥിതിക്ക് ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ CPI ഒരു ദേശീയ നേതാവിനെ തന്നെ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവിന് മത്സരിപ്പിക്കുന്നു. അതായത് വിജയപരാജയം എന്നതിനപ്പുറത്തേക്ക് ഒരു സീരിയസ് ഫൈറ്റ് കേരളത്തിൽ നടക്കുന്നു. അത് BJPക്കെതിരെയുള്ള മത്സരമാണ് ദേശീയ തലത്തിലെങ്കിലും കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരം തന്നെയാണ് എന്നൊരു സന്ദേശം തന്നെ നൽകുക എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ശശി തരൂരാണ്. ശശി തരൂർ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്ന് കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം പുലർത്തുന്നതിനിടയിലാണ് മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന അവരുടെ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത ബോഡി നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പന്നിൻ രവീന്ദ്രനെ അവിടെ ഇറക്കാൻ പോകുന്നത്. 2004 കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രശാന്ത്. 2004 PKV മത്സരിക്കുന്നു, അദ്ദേഹം 2005 നിര്യാതനാകുന്നു. അപ്പോൾ പന്നിൻ മത്സരിക്കുന്നു, പന്നിൻ ജയിക്കുന്നു. പക്ഷേ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്നിൻ മത്സരിച്ചില്ല. CPI അവിടെ പരാജയം ഏറ്റുവാങ്ങി. 2014 19 അവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറുന്നതും കണ്ട സ്ഥലമാണ്. 2005 നിന്ന് പാടെ മാറിയിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ. മാത്രമല്ല 2005 K കരുണാകരന്റെ പിന്തുണ പരസ്യമായി പ്രചാരണത്തിന് പന്നിന് വേണ്ടി ഇറങ്ങിയിരുന്നു. ആ രാഷ്ട്രീയ കാലാവസ്ഥ ഒന്നുമില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിൽ എത്രത്തോളം ശക്തമായ മത്സരത്തിന് കോപ്പുകൂട്ടാൻ കഴിയും പന്നിനെ ഇറക്കുന്നതിലൂടെ എന്നാണ് അവരുടെ ആത്മവിശ്വാസം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 2 ലോക്സഭാ മത്സരങ്ങൾ തിരുവനന്തപുരത്ത് കോൺഗ്രസും, അതായത് UDF-ഉം BJPയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മാറുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഉള്ള വിജയപ്രതീക്ഷ എന്നതിനപ്പുറത്തേക്ക്
BJP പല ഘട്ടത്തിലും ഈ മണ്ഡലം പിടിക്കാൻ പോകുന്നു എന്ന ഫീൽ കൊടുത്ത തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും എല്ലാം, അതായത് 2014-ലും 2019-ലും എല്ലാം നടന്നത്. കഴിഞ്ഞ തവണ അത് വളരെ പ്രബലമായിരുന്നു. പക്ഷേ വളരെ ശക്തമായൊരു മത്സരത്തിൽ ശശി തരൂര് അതായത് മൂന്നാം തവണ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഇറങ്ങിയ ശശി തരൂര് ഏകദേശം 1 ലക്ഷം വോട്ടിനാണ് അന്ന് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിയത്. LDFിൻ്റെ പ്രകടനം കഴിഞ്ഞ 2009 ശേഷമുള്ള ഒരു പ്രകടനം എടുത്താൽ വളരെ താഴോട്ട് പോകുന്ന തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കാണുന്നത്. കാരണം ഈ പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചതിന് ശേഷം 2009-ലെ തെരഞ്ഞെടുപ്പിൽ രാമേന്ദ്രൻ നായർ മത്സരിച്ചപ്പോഴാണെങ്കിലും അതിനുശേഷം ബെന്നറ്റ് എബ്രഹാം മത്സരിച്ചപ്പോഴാണെങ്കിലും കഴിഞ്ഞ തവണ അവരുടെ CPIയുടെ മുതിർന്ന നേതാവ് സി ദിവാരൻ മത്സരിച്ചപ്പോഴാണെങ്കിലും CPIക്ക് ഒരു വിജയപ്രതീക്ഷ അല്ലെങ്കിൽ CPI ഈ മണ്ഡലം പിടിച്ചെടുക്കും എന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ മുന്നണിക്ക് സാധിച്ചിരുന്നില്ല എന്നത് ഏറ്റവും പ്രധാനമാണ്. തിരുവനന്തപുരത്ത് ഇത്തവണ ഏറ്റവും ശക്തമായ ഒരു മത്സരം, അതായത് ശശി തരൂരിനെ നേരിടാൻ തക്കതായ ഒരു സ്ഥാനാർത്ഥിയെ BJP രംഗത്തിറക്കുമ്പോൾ CPI അവരുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കുന്നതിലൂടെ ഒരു ത്രികോണ മത്സരത്തിന് തിരുവനന്തപുരം സാക്ഷിയാകാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഇവിടെ നൽകുന്നത്. പക്ഷേ എത്രത്തോളം CPIക്ക് അതിൽ മുന്നേറാൻ സാധിക്കുമെന്നെല്ലാം തന്നെ കണ്ടിരുന്നറിയേണ്ടതാണ്.